അത് ലക്ഷ്യം തെറ്റി പതിച്ചതാണെന്ന് കരുതാൻ സാധ്യതയില്ല. കാരണം പല റിപ്പോർട്ടുകളും കാണിക്കുന്നത് കുവൈറ്റിലെ എയർപോർട്ടിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നു, അവ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് ഉള്ള ഒരു അക്രമമായിട്ടാണ് ഇറാൻ അതിനെ മറ്റ് മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കുവാനാണ് സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തുടരുന്ന സംഘർഷാവസ്ഥയിൽ അമേരിക്കക്കെതിരെയുള്ള ഒരു അക്രമമായിട്ടാണ് അതിനെ ഇറാൻ കാണുന്നത്. അതിനെതിരെ കുവൈറ്റ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇറാൻ അത്തരത്തിലുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുവൈറ്റ് ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബന്ധം ഒരു പരിധി വിട്ട് വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ പറയുന്ന ഒരു നേട്ടമായിട്ട് വേണം അതിനെ കാണുവാൻ. പക്ഷെ ഇതിനെ നമ്മളൊരു ലാർജർ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നു, സമാധാനം അകലെയാണ്. ഇവർക്ക് വലിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുവാൻ താല്പര്യമില്ലെങ്കിൽ കൂടി പരസ്പരം ചെറിയ ചെറിയ അക്രമങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്ക ഇറാന്റെ ചില മേഖലകളിൽ ചെറിയ അക്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് പകരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഇറാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സംഘർഷാവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾ, അത് കുവൈറ്റ് ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും, തങ്ങൾ അക്രമങ്ങൾ തുടരും, അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നൊരു സന്ദേശം കൃത്യമായിട്ട് കൊടുക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ യാദൃശ്യമായിട്ടുള്ള ഒരു അക്രമമല്ല നടന്നതിന് തെളിവായിട്ടുള്ളത് തുടരെ കുറേയധികം ഡ്രോൺ അക്രമങ്ങൾ നടന്നു. ഏകദേശം 3 പേര് കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിമാനത്താവളം ഒരു പരിധി പ്രവർത്തനക്ഷമമല്ല. മാത്രമല്ല അങ്ങോട്ട് ഇന്ത്യയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ പോകാനുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു യാദൃശ്ചിക സംഭവം കഴിയില്ല. ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സമാധാനത്തിൽ എത്തിച്ചേരാൻ ഉള്ള താമസം, ആ സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് മേധാവിത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഇരുകൂട്ടരും നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ, അതിന്റെ ഒരു ഭാഗമായിട്ട് അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറാൻ വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് എന്റെ വിലയിരുത്തൽ. പറയുന്നത് ഈ ട്രംപുമായി ബന്ധപ്പെട്ടാണ്. ഈ ട്രംപിൽ നിന്നും അധികാരങ്ങളുടെ ഒരു ദുർവിനിയോഗം ഉണ്ടായി എന്നുള്ളത് നമ്മൾ നിരവധിയായി തവണയായി കണ്ടിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഇപ്പോൾ ഈ പ്രതിപക്ഷം പിന്തുണച്ചിരിക്കുകയാണ്, അതായത് പ്രതിപക്ഷം വിജയിച്ചിരിക്കുകയാണ്. 208-നെതിരെ 215 വോട്ടുകൾക്ക് പ്രമേയ സഭ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നതിൽ നിന്ന് ട്രംപിനെ വിലക്കുന്നതിനുള്ള സുപ്രധാനമായ പ്രമേയമാണ് ഇപ്പോൾ ഈ പാസ്സായിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയല്ലേ ഇത്? ട്രംപിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സാങ്കേതികമായിട്ട് അതിൽ നിന്ന് ട്രംപിനെ വിലക്കുവാൻ കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം അമേരിക്കയുടെ 2 സഭകളിൽ, ഒന്നാണ് ജനപ്രതിനിധി സഭ, മറ്റൊന്ന് സെനറ്റാണ്. ജനപ്രതിനിധി സഭയിലാണ് ഈ വോട്ട് 3-4 റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ സഹായത്തോടുകൂടി ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ട്രംപിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പ്രമേയം പാസ്സായിട്ടുള്ളത്. പക്ഷേ ഇതേ പ്രമേയം തന്നെ ഇനി സെനറ്റിൽ കൂടി ഭൂരിപക്ഷത്തിൽ പാസ്സായാൽ മാത്രമേ ട്രംപിനെ അതിൽ നിന്ന് വിലക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല അങ്ങനെ പാസ്സായി വരുന്നതിനെ ട്രംപിന് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല അത് വീറ്റോ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ 2 സഭകളും അത് 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാസ്സാക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അതൊരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് ട്രംപിന് അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തുവാനുള്ള സാധ്യതയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണമോ ഈ ജനപ്രതി സഭയിലെ പ്രമേയം കൊണ്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ജനപ്രതി സഭയോടോ സെനറ്റിനോടോ ഒക്കെ യാതൊരു മാന്യതയും കാണിക്കാത്തയാളാണ്. അതിന്റെ തീരുമാനങ്ങളൊക്കെ വെറും വിഡിത്തങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത് ജനമനസ്സുകളിൽ, അപ്പം അമേരിക്കയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ, വിലക്കയറ്റവും സാധനങ്ങളുടെ ലഭ്യതക്കുറവും ഒക്കെ ഈ യുദ്ധത്താൽ അനുഭവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ഒരു അഭിപ്രായ രൂപീകരണം നടക്കുന്നതിനെതിരെ കാരണമാകും. പക്ഷേ ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഇത് സഹായകമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ അടുത്ത സമയത്ത് അതിനനുകൂലമായി അങ്ങനെ കാണിക്കുന്ന ട്രംപിന്റെ ആ നിലപാടിനെ കാണിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രശ്നമല്ല, അമേരിക്ക അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. യുദ്ധകാലങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയുടെ ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടതാണ്, നിങ്ങളാരും ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം, ഇറാന്റെ യുദ്ധം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു, ഇങ്ങനെ ഉള്ള ഒരുതരം ട്രംപിയൻ ഡയലോഗുകളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ അഭിപ്രായത്തിൽ ട്രംപ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കാരണം
അദ്ദേഹം നെതന്യാഹുവുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ നെതന്യാഹുവിനെ നിശിതമായി വിമർശിക്കുകയും താങ്കൾ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരാളാണെന്നുള്ള ധ്വനിയിൽ അദ്ദേഹം സംസാരിക്കുകയും ലെബനോനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം നിർത്തിവെക്കണമെന്നും മാത്രമല്ല ഈ അടുത്ത സമയത്തുള്ള ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വിവരം അനുസരിച്ച് ഇവർ തമ്മിലുള്ള ഒരു വെടിനിർത്തലിലേക്ക് ലെബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ ഈ സമാധാന ശ്രമങ്ങൾ വിജയിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ലെബനോനിൽ ഹെസ്ബുള്ളക്കെതിരെ അക്രമം ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും മറു സൈഡിൽ ട്രംപിന്റേതായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള ഒട്ടും മാന്യതയ്ക്ക് നിരക്കാത്ത പ്രസ്താവനകൾ, അത് ജനപ്രതിനിധി സഭയോടാണെങ്കിലും മറ്റ് ജനാധിപത്യ സംവിധാനങ്ങളോടും സഭകളോടും ആണെങ്കിലും ട്രംപ് പുലർത്തുന്ന ഒരു നിസ്സംഗതയും ഒരു ഇൻഡിഫറൻസും വളരെ വ്യക്തമാക്കുന്ന പ്രമേയങ്ങളാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും ട്രംപിനെ പിടിച്ചുകെട്ടാൻ പ്രാപ്തമായിട്ടുള്ളതല്ല, മറിച്ച് ട്രംപിനെ നിയന്ത്രിക്കാൻ സാധ്യതയുള്ളത് ഇത് അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അമേരിക്ക എന്തൊക്കെയാണോ ഇറാനിൽ ലക്ഷ്യമിട്ടിരുന്നത് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടാവുന്നുള്ള ട്രംപിന്റെ ഒരു അതിമോഹം നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതേസമയം തന്നെ ട്രംപിന്റെ പ്രസ്താവനകളിൽ വലിയൊരു നിസ്സഹായാവസ്ഥയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ള പ്രസ്താവനകളും പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഇങ്ങനെ അദ്ദേഹം പറയുന്നതെന്നോ എന്താണെന്ന് സത്യമെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതേസമയം ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്തുന്നുമുണ്ട്, അതിന് തിരിച്ചടി എന്നവണ്ണം ഇറാനും നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത, സാധാരണ യുക്തിക്കോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഞങ്ങളെ വിരട്ടുവാൻ പര്യാപ്തമല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം ഇറാൻ കുവൈറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടിൽ ആക്രമിച്ചിരിക്കുന്നത്. അവിടെ അത്യാവശ്യം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു, കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു നിലയിലാണ് നിലവിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവർക്കൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് ഇവരുടെ നിയന്ത്രണിതമായ പ്രതികരണങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.